ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രകാശ് ട്രാവൽ വ്ളോഗ് എന്ന ഈ ചാനൽ ആരംഭിച്ചിട്ട് ഏതാണ്ട് 2 വർഷത്തോളമായി. ചാനൽ ഞാൻ 2015 ഓപ്പൺ ചെയ്തു എങ്കിലും അധികം വീഡിയോകളൊന്നും ഇട്ടില്ല. ആദ്യമായിട്ട് വീഡിയോ മുറ്റത്തെ മുല്ല, ചെമ്പരത്തിപ്പൂവ്, അങ്ങനെയുള്ള ചില മാതൃകാ വീഡിയോകളായിട്ട്. അതൊക്കെ വെറും പരീക്ഷണമായിരുന്നു. 30-40 വ്യൂസൊക്കെ കിട്ടി. പിന്നെ ഞാനിട്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഘോഷയാത്രയുടെ ഒരു വീഡിയോ ഇട്ടു. നായർ സർവീസ് സൊസൈറ്റി പാലയിൽ നടത്തിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അത് രസത്തിന് വേണ്ടി ഞാൻ വീഡിയോ പിടിച്ചു നോക്കി, കുഴപ്പമില്ലെന്ന് തോന്നി, അത് അപ്ലോഡ് ചെയ്തു. അത് 10-200 പേര് കണ്ടു. അപ്പം എനിക്ക് തോന്നി കുഴപ്പമില്ല, വീഡിയോ പിടിച്ചാൽ അപ്ലോഡ് ചെയ്താൽ കാണാൻ ആൾ കാണും, എന്നാൽ നമുക്ക് കുറച്ച് വീഡിയോ പിടിച്ചാൽ എന്താ, അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മാംഗോ മെഡോസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായി. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ ഉള്ള ഒരു ബൃഹത്തായ ഒരു പാർക്കെന്നോ അല്ലെങ്കിൽ റിസോർട്ടെന്നോ ഒക്കെ പറയാം. എല്ലാം ഉണ്ട് അവിടെ. പാർക്കുണ്ട്, പക്ഷിമൃഗാദികളുണ്ട്, അതുപോലെ തന്നെ ബോട്ടിങ് നടത്താം, വള്ളത്തെ സഞ്ചരിക്കാം. അങ്ങനെ ഒരുപാട് വിനോദോപാധികൾ അവിടെയുണ്ട്. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഞാനും ഭാര്യയും പോയി കുറേ മണിക്കൂറുകൾ അവിടെ ചിലവഴിച്ചു. വീഡിയോ എടുത്തു. വീഡിയോ കുഴപ്പമില്ലെന്ന് തോന്നി, അത് അപ്ലോഡ് ചെയ്തു. അതിനൊരു 1000 വ്യൂസൊക്കെ കിട്ടി. അത് 2-3 പാർട്ടാക്കിയായിട്ട് ആദ്യത്തെ 1000 വ്യൂസ് കിട്ടി. പിന്നെ വ്യൂസ് കുറഞ്ഞു, 10-500 ആയി. പിന്നെ ഒരു വ്യൂസും കൂടെ കിട്ടി, അതിന് 10-100 ഉള്ളൂ. അങ്ങനെ ധാരാളം വ്യൂസ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ല. വ്യൂസ് കിട്ടിയെന്ന് പ്രതീക്ഷിച്ചതിന് വ്യൂസ് കിട്ടി. ഇതാണ് യൂട്യൂബിൻ്റെ ഒരു കളി. എന്തായാലും പിന്നെ തുടർച്ചയായിട്ട് കുറേ വീഡിയോസ് കിട്ടും. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. വാഗമണ്ണിൽ പോയി, അതുപോലെ തന്നെ മൂന്നാറിൽ പോയി. അവിടെ നിന്നുള്ള വീഡിയോസിലൊക്കെ കുറേ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തു. പിന്നെ ഞാൻ പോയത് കോടനാട് ആന കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയിൽ, അതുപോലെ തന്നെ കോന്നിയിലുള്ള ആന പരിപാലന കേന്ദ്രത്തിൽ, ഇവിടെയെല്ലാം പോയി വീഡിയോകൾ എടുത്തു. നല്ല വീഡിയോസായിരുന്നു. പ്രത്യേകം ഓർമ്മ വരുന്നത് കോന്നിയിലെ കൊച്ചയ്യപ്പൻ, ഒരു കുട്ടിയാന, 1 വയസ്സോ 1.5 വയസ്സോ ഉള്ള ഒരു കുട്ടിയാനയുടെ വീഡിയോ എടുത്തു. ഇവയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. അതിനൊക്കെ സാമാന്യം വ്യൂസ് കിട്ടി. പിന്നെ കൂടുതൽ വ്യൂസ് കിട്ടിയത് 2 ആനകളെ കുറിച്ചുള്ള വീഡിയോസാണ്. ഒന്ന് പാമ്പാടി രാജന്, മറ്റൊന്ന് പാമ്പാടി സുന്ദരൻ. അവിടെയുള്ള ലീലാമ്മ ചേച്ചിയുടെ വകയാണ് ഈ 2 ആനകളും. ഒന്ന് പാമ്പാടി സുന്ദരനും മറ്റേത് പാമ്പാടി രാജനും. രണ്ടും വളരെ പ്രസിദ്ധമായ ആനകളാണ്. പാമ്പാടി രാജൻ എന്ന് പറഞ്ഞാൽ അവിടെ 100 കണക്കിന് ആൾക്കാരാണ് പാമ്പാടി രാജനെ കാണാനായിട്ട് എത്തുന്നത്. ഉത്സവത്തിൽ പോയി കഴിഞ്ഞാൽ പാമ്പാടി രാജൻ്റെ തലപ്പൊക്കം കാണുന്നതിന് വേണ്ടി സമൂഹാദികൾ മൊത്തം എത്തുക. അത്രയ്ക്ക് ഗംഭീരമാണ് ആന. അവന് ഗജരത്നമൊക്കെ കിട്ടിയിട്ടുണ്ട്, ഗജരത്ന പട്ടം, ഒരുപാട് പട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവൻ ആനകളുടെ ഏറ്റവും മുമ്പനാണ്. അപ്പോൾ ആ ആനയെപ്പറ്റിയുള്ള വീഡിയോ ഞാനിട്ടു. അതിനും കുറേ വ്യൂസ് കിട്ടി. അപ്പോഴാണ് പിന്നീട് അറിഞ്ഞ് ഇതിന് മോണിറ്റൈസേഷൻ എന്നൊരു പരിപാടിയുണ്ടെന്ന്. അപ്പോൾ വീഡിയോയ്ക്ക് മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഈ യൂട്യൂബുകാർ അഡ്വർടൈസ്മെൻറ്റ് നടത്തും, അഡ്വർടൈസ് ചെയ്യും. ഓരോ കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റിനകത്തൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ യൂട്യൂബിന് പൈസ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം നമുക്കവർ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് കിട്ടുമ്പോഴാണ് അതിനെ മോണിറ്റൈസേഷൻ എന്ന് പറയുക. ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് 4000 വാച്ചവേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിലേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. വലിയൊരു കടമ്പയാണ്. 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ എളുപ്പം. നല്ല വീഡിയോസ് ആണെങ്കിൽ ആൾക്കാർ കണ്ടിട്ട് നല്ല വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ആ ബട്ടണെ ക്ലിക്ക് ചെയ്യുമ്പോൾ
അവർ നമ്മുടെ വരിക്കാരായി എന്ന് പറയുന്നത്. വരിക്കായി എന്ന് പറഞ്ഞാൽ പൈസ നമുക്ക് തരത്തില്ല. അവർ നമ്മളെ വീഡിയോസ് ഇടുമ്പം അവർക്ക് നോട്ടിഫിക്കേഷൻ പോവും, അവർ കാണും. അങ്ങനെ 1000 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഒരു ക്രൈറ്റീരിയ പൂർത്തിയാകത്തുള്ളൂ. അടുത്ത ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എത്രയാണ്? 4000 വാച്ച് അവേഴ്സ് വേണം. അതായത് നമ്മളിടുന്ന വീഡിയോസ് 4000 മണിക്കൂർ ആൾക്കാർ കണ്ടിരിക്കണം. പബ്ലിക് വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് അതത്ര എളുപ്പമല്ല. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഒരാൾക്ക് കാണുന്ന ഒരു 5 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ അവർ ചിലപ്പോൾ കാണുന്ന 1 മിനിറ്റ് 1.5 മിനിറ്റൊക്കെ ആയിരിക്കും. അതിൻ്റെ സ്കിപ്പ് ചെയ്യും. ഇഷ്ടംപോലെ വീഡിയോ കിടക്കുക. യൂട്യൂബിൽ നിറയെ വീഡിയോകളാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അവരിങ്ങനെ വീഡിയോ കണ്ടങ്ങ് പോവും. അപ്പോൾ എന്തു ചെയ്യും? അപ്പം നമ്മൾ ധാരാളം വീഡിയോകൾ ഇട്ടെങ്കിലേ നമുക്ക് ഈ വാച്ച് അവേഴ്സ് 4000 വാച്ച് അവേഴ്സ് തയ്ക്കാൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് ഈ 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സിനും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അതിലൊരു വീഡിയോ പ്രത്യേകം എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത് കാടാമ്പുഴ ദേവിയെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. എന്തുകൊണ്ടും അത് നല്ലൊരു വീഡിയോ ആയി മാറി. അത് ജനത്തിന് ഇഷ്ടപ്പെട്ടു. അതിന് 43,000 വ്യൂസ് കിട്ടി. ഇപ്പോഴും അത് റൺ ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാർ കാണുന്നുണ്ട്. എനിക്കും വളരെ സംതൃപ്തി തോന്നിയ ഒരു വീഡിയോ ആണ്. പല വീഡിയോസും ഇതുപോലെ സംതൃപ്തി തോന്നിയെങ്കിലും അത് ക്ലിക്കായില്ല. ക്ലിക്കായണമെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി മാത്രം പോരാ, അതിനൊരു ലക്ക് കൂടി വേണം. ചില വീഡിയോസ് വൈറലാകും, ചില ഷോർട്സ് വൈറലാകുന്ന പോലെ വീഡിയോസ് വൈറലാകും, ലോങ് വീഡിയോസ് വൈറലാകും. അങ്ങനെ വൈറലാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വാച്ച് അവേഴ്സ് കിട്ടുന്നത്, നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത്. എനിക്ക് പറയുന്ന കാടാമ്പുഴ ദേവിയുടെ ഈ വീഡിയോയ്ക്ക് ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1800 വാച്ച് അവേഴ്സോളം ഈ വീഡിയോ കിട്ടി. അതുപോലെ തന്നെ 600 സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കിട്ടി. അങ്ങനെ ആ വീഡിയോയുടെ ഒരു പിൻബലത്തിലാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകണം, വാച്ച് അവേഴ്സ് ഉണ്ടാകണം, നമുക്ക് അല്പം ഭാഗ്യം കൂടി വേണം. ചില നല്ല സുന്ദരമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അത് ഈ വ്യൂവേഴ്സിനെ ചിലപ്പം അട്രാക്റ്റ് ചെയ്ത് എന്ന് വരത്തില്ല. അങ്ങനെ അട്രാക്റ്റ് ചെയ്ത് അവർ വീഡിയോ കണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാർഗറ്റിലെത്തിയ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മോണിറ്റൈസേഷനെ പറ്റിയാണ്. അങ്ങനെ എനിക്ക് ഈ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചു. അതിലെനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് പ്രധാനം, നിങ്ങളുടെ വ്യൂവേഴ്സാണ്. അതുകൊണ്ട് ഈ വ്യൂവേഴ്സിൻ്റെ ആണ് എൻ്റെ ശക്തി. അവരാണ് എനിക്ക് ബലം നൽകുന്നത്. അവരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നിങ്ങളോടൊന്ന് ഞാൻ നന്ദിയുള്ളവനായിരിക്കുകയാണ്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ യൂട്യൂബുള്ളൂ. എനിക്ക് യൂട്യൂബിൽ ശോഭിക്കണമെങ്കിൽ, യൂട്യൂബിൽ തിളങ്ങണമെങ്കിൽ നിങ്ങളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തിളങ്ങാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകം എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളത് എൻ്റെ ഈ നന്ദി സ്വീകരിക്കണം. ഇനിയും ഞാൻ വീഡിയോ ഇടുന്നത്, അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ കാണുമ്പോഴാണ്, നിങ്ങളുടെ വ്യൂസ് കൂടുമ്പോഴാണ്, നിങ്ങളുടെ വാച്ച് അവേഴ്സ് കൂടുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോകൾ എടുക്കാനും കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഉള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. എൻ്റെ ഈ വീഡിയോ അധികം ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നാട്ടിൽ നിന്ന്, അതായത് കേരളത്തിൽ നിന്ന് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു 10 മാസം മുമ്പ് ഓസ്ട്രേലിയയിലെത്തി. ഓസ്ട്രേലിയയിൽ ഒരു താൽക്കാലികമായിട്ട് വന്നിരിക്കുകയാണ്. മക്കളോടൊത്ത് കഴിയാൻ വേണ്ടി, ഏതാനും മാസങ്ങൾ കഴിയാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും കുറേ വീഡിയോസൊക്കെ എടുക്കാനും അവ അപ്ലോഡ് ചെയ്യാനും
സാധിച്ചു. ഇവിടെയുള്ള ഈ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ ജീവിത രീതിയും ഒക്കെ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കുക, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനൊക്കെ അപ്ലോഡ് ചെയ്തത്. എനിക്ക് വരാൻ ഇവിടെ ഭാഗ്യമുണ്ടായി. ഇതുപോലെ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അവരുടെ സാഹചര്യം അനുസരിച്ച് അവരുടെ മറ്റ് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്കും എല്ലായിടത്തും സ്ഥലത്തും എത്താൻ പറ്റണമെന്നില്ല. നമുക്കിവിടെ എത്താൻ സാധിച്ചു, അതിൻ്റെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് വേണ്ടിയാണ് ഞാൻ ഇവിടുത്തെ കഴിവതും വീഡിയോകളെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച കിട്ടാനും എന്താണ് ഓസ്ട്രേലിയ, എന്താണ് മെൽബൺ, എന്താണ് ഇവിടുത്തെ ജീവിത രീതി, ഇവിടുത്തെ ടെക്നോളജി എന്തുമാത്രം ഡെവലപ്ഡാണ്, ഇവയെല്ലാം അറിയുന്നതിന് എൻ്റെ ഈ വീഡിയോകൾ നിങ്ങളെ കുറച്ചെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്, സന്തോഷമാണ്. അപ്പം നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ഒരു ചാൻസ് വരും. എല്ലാവരും പട്ടിണിയും പരിവട്ടമായിട്ടിരിക്കത്തില്ല. അവർക്കും എപ്പോഴെങ്കിലും നല്ല കാലം വരും. എല്ലാവർക്കും നല്ല കാലം വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ വീഡിയോ അല്പം ദീർഘിപ്പിച്ച് പോയെന്ന് തോന്നുന്നു. എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. നിങ്ങൾ അവയെ സ്വീകരിക്കണം. നിങ്ങൾ വീഡിയോകൾ കാണണം, നിങ്ങളുടെ കമൻറ്റുകൾ ഇടണം. കമൻറ്റുകളൊക്കെ പ്രധാനമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ ഇനിയും ഇമ്പ്രൂവ് ചെയ്യണമെന്നോ ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് അറിയാൻ സാധിക്കും. എനിക്ക് നിങ്ങളെ തിരിച്ച് വീഡിയോയിലൂടെ അത് നിങ്ങളെയും അറിയിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ ശ്രവിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾ കാരണമാണ് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ് ചെയ്തത്. ഇനി മോണിറ്റൈസേഷൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം എമൗണ്ടൊന്നുമില്ല, ചെറിയ എമൗണ്ട്. ഒരു 5 രൂപ കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ ഒരു 10 രൂപ കിട്ടിയാൽ ഉണ്ടാകുന്ന സന്തോഷം, ആ ഒരു സന്തോഷം ആണ് നമുക്ക് ഇവിടെ ഈ മോണിറ്റൈസേഷൻ ഇപ്പോൾ കിട്ടുമ്പോഴുള്ള സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനിയും എനിക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ഇനിയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, എടുക്കുന്ന രീതി ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം നിങ്ങൾ എന്നെ ക്ഷമിച്ചിരുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.